ഇൻ്റർനാഷണൽ ലെവൽ മൂഞ്ചിയ പടം, പട്ടിപ്പടം. സാന്ത്വന സീരിയൽ എടുത്ത് വെച്ചതുപോലുണ്ട്. ആരും സിനിമ കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെന്നറിയോ, 4 മണിക്കൂറിലുണ്ട് മിനിമം പടം. 4 മണിക്കൂറുണ്ട്, നമുക്ക് വേണമെങ്കിൽ ടൂർ പോയിട്ട് വരാം. ഇത് അല്ലു അർജുൻ്റെ സിനിമയല്ല. ഇത് അല്ലു അർജുൻ മരിച്ചു. ഇത് വേറെ ആരോ അഭിനയിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വൃത്തികെട്ട പടം. എന്തിനെടുത്ത് വെച്ചിരിക്കണ സിനിമയുടെ പേര് ഭദ്രകാളി, വേറെ പേരൊന്നുമില്ല. ആദ്യം ശ്രീവല്യ കൊല്ലണമായിരുന്നു. രാഷ്മികയുടെ ഇതില്ലേ, അവളുടെ സീനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പടം കുറച്ചുകൂടെ നന്നാവും. സെക്കൻഡ് ഹാഫ് ഡയറക്റ്റ് ചെയ്ത് ശിവയാണെന്ന് നമുക്ക് തോന്നുന്നു. മറ്റേ ചിരുത്ത ശിവയില്ലേ, ക്ലൈമാക്സ് ആണെന്നില്ല അത് ഇറങ്ങിയത്. സെക്കൻഡ് ഹാഫ് ദുരന്തം കേട്ടോ, ഫൈറ്റൊക്കെ. സെക്കൻഡ് ഹാഫ് കൊള്ളൂല സീരിയൽ. നല്ല പടം, സൂപ്പർ പടം. പോരാ കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് പോയി, കയ്യിൽ നിന്ന് പോയി. ഇത് ഈ മറ്റേ രാഷ്മികയുടെ ഇതില്ലേ, അവളുടെ സീനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പടം കുറച്ചുകൂടെ നന്നാവും. സെക്കൻഡ് ഹാഫ് ഡയറക്റ്റ് ചെയ്ത് ശിവയാണെന്ന് നമുക്ക് തോന്നുന്നു. മറ്റേ ചിരുത്ത ശിവയില്ലേ, ആ ഒരു പ്രശ്നമുണ്ട്. എന്തിനെടുത്ത് വെച്ചിരിക്കണ സിനിമയുടെ പേര് ഭദ്രകാളി, വേറെ പേരൊന്നുമില്ല. ആദ്യം ശ്രീവല്യ കൊല്ലണമായിരുന്നു. എന്തിനു പറയാ, ഇതെന്തൊരു സിനിമയാ, ഇത് സീരിയലി ഒന്നുമില്ല, പടത്തിലൊന്നുമില്ല. ഫഹദ് ഫാസിൽ മാത്രം എടുത്ത് പറയാനുണ്ട്. ഉറങ്ങിയണ്ണ, നല്ലപോലെ ഉറങ്ങി. ഞാൻ പറയണ ആള് സിനിമയുടെ പേര് ഭദ്രകാളി എന്നിട്ടിട്ട് തേർഡ് പാർട്ടിന് ഭദ്രകാളി തേർഡ് എന്നിടണമായിരുന്നു. എന്തൊരു സിനിമ കേട്ടാ, മൂളപ്പടം. ഈ വർഷം കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് മൂവി ഓസ്കാർ കൊടുക്കണം. ബെസ്റ്റ് കോമഡി എൻ്റർടൈനർ അവാർഡിന് അല്ലു അർജുന് അവാർഡും കൊടുക്കണം. ഇൻ്റർനാഷണൽ ലെവൽ മൂഞ്ചിയ പടം, അത്രേ പറയുള്ളൂ, വേറെ ഒന്നും പറയാം. പട്ടിപ്പടം. ഈ ഒരു 10 കൊല്ലത്തിനകത്ത് വന്നതിൽ ഏറ്റവും പട്ടിപ്പടം. സാന്ത്വന സീരിയൽ എടുത്ത് വെച്ചതുപോലുണ്ട്. സെക്കൻഡ് ഹാഫ് സാന്ത്വന സീരിയലാണ്. ആരും സിനിമ കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെന്നറിയോ, 4 മണിക്കൂറിലുണ്ട് മിനിമം പടം. 4 മണിക്കൂറുണ്ട്, നമുക്ക് വേണമെങ്കിൽ ടൂർ പോയിട്ട് വരാം. മനസ്സിലായോ, ഫാമിലിയായിട്ട്. ഈ ഫാമിലി പടം വന്ന് കാണും. ഇത് ഫാമിലി പടം ഉണ്ട് കേട്ടോ. ഇത് അല്ലു അർജുൻ്റെ സിനിമയല്ല. ഇത് അല്ലു അർജുൻ മരിച്ചു. ഇത് വേറെ ആരോ അഭിനയിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വൃത്തികെട്ട പടം. ഇത്ര വൃത്തികെട്ട പടം 10 കൊല്ലത്തിനിടെ വന്നിട്ടില്ല. ഇത്രേ പറയുള്ളൂ. ഭയങ്കര കൂടിപ്പോയി ബ്രോ. ഇച്ചിരി ഓറേ ലാസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ. എക്സൈറ്റ്മെൻറ്റോടെയാണ് പടം കാണാൻ വന്നത്. പക്ഷേ പടം ഇപ്പോൾ ഫുള്ള് കണ്ടു തീർത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈപ്പിന് അനുസരിച്ച് പടം വന്നിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പല സീനും ക്രിഞ്ചായിട്ടും കോമഡി ആയിട്ടാണ്, അതും സീരിയസ് സീനുകൾ. പിന്നെ സിനിമയിൽ തന്നെ കുറേ നല്ല നല്ല സീനുകൾ, മാസ് സീനായിരുന്നാലും BGM ആയിരുന്നാലും അത് ഒരുപാട് നല്ല വർക്കായിട്ടുണ്ട്. ഒരു ബിലോ ആവറേജ് പടം. പുഷ്പ 2 പുള്ളിയുടെ ചാട്ടവും മാറ്റവും മാത്രമേ ഉള്ളൂ, അല്ലാതെ ബേസിക്കലി കഥയായിട്ട് പറയാനൊന്നുമില്ല. സ്ക്രിപ്റ്റ് മോശമാണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ചില സ്ഥലത്തൊക്കെ ലാഗുണ്ട്, പെട്ടെന്നൊക്കെ ആക്കാമായിരുന്നു. ഓവറോൾ ചിരിക്കാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. നമുക്ക് മാസമാണെങ്കിലും ഉള്ളിലൊരു ചിരി വന്നു പോകും, അത് മാസമാണെന്ന് തോന്നത്തില്ല. 3.5 മണിക്കൂർ ഭയങ്കര ഇഴച്ചില്ല കേട്ടോ, പറ്റത്തില്ല. പിന്നെ ക്ലൈമാക്സ് ആണെന്നില്ല അത് ഇറങ്ങിയത്, ഉറങ്ങും. मूवी अच्छा है, बहुत अच्छा है. हम मतलब फास्ट है, वो दोबारा देख लेंगे. अच्छा लग रहा है, कहानी भी है और लव स्टोरी भी है और फैमिली का कुछ मतलब ऐसे कि कुछ क्या बोलेंगे, हम बोल नहीं सकते, बट अच्छा मूवी है सर, बहुत अच्छा है. आप मतलब नेक्स्ट टाइम जो भी आएंगे आप देख सकते हो आप लोग. मूवी अच्छा है सर. एक्शन डायरेक्शन तो बहुत अच्छा है, हम देखते खुश है. और भी दोबारा हम आएंगे नेक्स्ट टाइम. हम अभी पार्ट 3 भी आने वाला है, उसको भी इंतज़ार करेंगे सर. थैंक यू सो मच. झुकेगा नहीं साला. ब्रांड पुष्पा का नाम सुन के फ्लावर समझे क्या, वाइल्ड फायर. काफ़ी अच्छी मूवी है और क्या बोलते हैं, एक्शन काफ़ी अच्छा है इसमें. और थर्ड पार्ट आ रहा है और उसके लिए हम काफ़ी टाइम से वेट करेंगे. और इससे ज़्यादा क्या बोलें. थैंक यू. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. അങ്ങനെയല്ല, അത് ഒരു 1-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ആ ഒരു എക്സ്പെക്ടേഷനിൽ കിട്ടിയില്ല. അത്ര അടിപൊളി പടമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്ര ഇതൊന്നും ഇല്ല, എന്നാലും ഓക്കെയാണ്. നെഗറ്റീവ് ഒന്നും ഇല്ല, കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത് പുഷ്പ 1 ആയിരുന്നു നമുക്ക് കുറച്ചും കൂടെ കൊള്ളായിരുന്നു, പക്ഷേ ഇത് ഓക്കെ എന്ന് പറയുന്നു. अमेजिंग मूवी सुपर. मौसम वेट कर रहा है काफ़ी टाइम से, फर्स्ट मूवी से ही उसका वेट कर रहा है, फर्स्ट पार्ट से. अब सेकंड पार्ट एक्साइटेड है काफ़ी ज़्यादा. देखते हैं कैसा होता है. देखने के बाद में रिव्यू करते हैं आपको कि कैसा शो है. देखने जा रहे हैं अभी, आके फिर बताते हैं कैसा. हमने काफ़ी मुश्किल से टिकट बुक किया है, काफ़ी कल से ही हमने कर दिया था, इसलिए कि हाँ हमें पता था कि टिकट नहीं मिल पाएगा, तो इसलिए हमने पहले से बुक करके रखा था. एंड वॉच करने के बाद में आपको रिव्यू करेंगे कैसा शो है.